കോഴിക്കോട്ടെ സ്വകാര്യ ബസ് ഉടമകൾ നിരാഹാര സമരത്തിലേക്ക്. പ്രതിഷേധ സൂചകമായി ഇന്ന് ജില്ലാ കളക്ടറേറ്റ് ഓഫീസിലേക്ക് ബസ് ഉടമകളുടെ കളക്ടറേറ്റ് മാർച്ചും നിരാഹാര സത്യാഗ്രഹവും നടത്തും. പ്രതിഷേധ മാർച്ച് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ ബസ് മേഖല വൻ പ്രതിസന്ധിയിലെന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യയാത്ര വന്നതോടെ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ദിവസം 3000 മുതൽ 4000 രൂപ വരെ വരുമാനത്തിൽ കുറവുണ്ട്. ഇതിനോടൊപ്പം ഇന്ധനവില വർധനവ് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഡീസലിന് സബ്സിഡി അനുവദിക്കണം, വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ന് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുന്നതെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് KT വാസുദേവൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഈ മേഖല തകർന്നു കഴിഞ്ഞാൽ പൊതുമേഖല സംവിധാനങ്ങൾ, ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ എല്ലാം പിന്നോക്കായി പോകുന്നുള്ള ഭയത്തോട് കൂടിയിട്ടും ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഞങ്ങളുടെ ഉപജീവമാർഗമായ ബസ് നടത്തി ജീവിക്കുന്ന ഒരു കൂട്ടം 30,000-ൽ പരം തൊഴിലാളികളും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട ഉടമസ്ഥന്മാരും അതുമായിട്ട് ബന്ധപ്പെട്ട ഒട്ടനവധി ആളുകൾ കൊടും പട്ടിണിയിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്കായി മാറിപ്പോവുക. കോഴിക്കോട് എരഞ്ഞിപ്പാലം സരോവരം ജംഗ്ഷൻ മുതൽ കളക്ടറേറ്റ് വരെയാണ് മാർച്ച് നടത്തുക. ശേഷം കളക്ടറേറ്റ് പടിക്കൽ നിരാഹാര സമരവും നടത്തും. നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിക്കണമെന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. കൈരളി ന്യൂസ്, കോഴിക്കോട്.